പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. രാജ്യാന്തര സർവീസിന് തയ്യാറായ കണ്ണൂർ വിമാനത്താവളം എന്ന പേരിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഷെയർ ചെയ്തത് സ്കോട്ട്ലൻഡിലെ എയർപോർട്ടിലെ റൺവേയുടേത്. മുഖ്യമന്ത്രിയുടെ അവകാശവാദത്തെ അദ്ദേഹത്തിന്റെ പോസ്റ്റിനുള്ള കമന്റുകളിലൂടെയും പോസ്റ്റുകളിലൂടെയും സോഷ്യൽ മീഡിയ പൊളിച്ചടുക്കുകയാണ്. വിവരങ്ങളുമായി ഇപ്പോൾ അരുൺകുമാർ ന്യൂസ് ഡെസ്കിൽ നിന്നും ചേരുന്നു. അരുൺ, നേരത്തെ തന്നെ കണ്ണൂർ വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് മുംബൈ ഉദ്ഘാടനം ചെയ്തത് രാഷ്ട്രീയമായ കള്ളക്കളിക്കാണ് എന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരുപാട് ഹാസ്യ ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി തന്നെ നടത്തിയ ഒരു അബദ്ധം പുറത്തെത്തുന്നത്. എന്തൊക്കെയാണ് ഇതിന്റെ വിശദാംശങ്ങൾ അരുൺ? അജിംഷാദ്, കണ്ണൂർ വിമാനത്താവളം ഉപയോഗയോഗ്യമാകാൻ ഇനിയും വർഷങ്ങളെടുക്കും എന്നിരിക്കെ ഇതിന്റെ ഉദ്ഘാടന മാമാങ്കം നടത്താനുള്ള നാടകം നേരത്തെ സോഷ്യൽ മീഡിയ തന്നെ പൊളിച്ചെടുക്കിയിരുന്നതാണ്. അത് ഏറെ ചർച്ചയായതാണ്. അതിനുശേഷമാണ് ഇപ്പോൾ ഇങ്ങനെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ തന്നെ ഇങ്ങനെ ഒരു ചിത്രം പ്രത്യക്ഷപ്പെട്ടതും സംഭവം വിവാദമായപ്പോൾ അദ്ദേഹം തന്നെ അത് പെട്ടെന്ന് തന്നെ നീക്കം ചെയ്യുകയും ചെയ്തത്. കണ്ണൂർ എയർപോർട്ടിന്റെ റൺവേ എന്ന പേരിൽ മുഖ്യമന്ത്രി ഷെയർ ചെയ്തത് സ്കോട്ട്ലൻഡിലെ വിമാനത്താവളത്തിന്റെ ദൃശ്യങ്ങളാണ്. ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. വിവാദമായപ്പോൾ അദ്ദേഹം തന്നെ ആ പോസ്റ്റ് വലിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. രാജ്യാന്തര സർവീസിന് തയ്യാറായ കണ്ണൂർ വിമാനത്താവളം എന്ന പേരിലായിരുന്നു ഉമ്മൻചാണ്ടി ഷെയർ ചെയ്തത്. ഈ സ്കോട്ട്ലൻഡിലെ സ്റ്റൊണോവ എയർപോർട്ടിന്റെ റൺവേ ആണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ ദൃശ്യങ്ങളിലൂടെ കാണുന്നത്. അതായത് സ്റ്റൊണോവ വിമാനത്താവളത്തിന് വിക്കിപീഡിയ തന്നെ നൽകിയിരിക്കുന്ന അതേ ചിത്രമാണ് ഈ നമ്മളിപ്പോൾ കാണുന്നത്. ഇതാണ് കണ്ണൂർ വിമാനത്താവളത്തിന്റെ രാജ്യാന്തര സർവീസിന് തയ്യാറായ വിമാനത്താവളം എന്ന പേരിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ അദ്ദേഹം തന്നെ ഷെയർ ചെയ്തത്. കണ്ണൂർ വിമാനത്താവളം, അതായത് വിമാനത്താവളത്തിന്റെ 3050 മീറ്റർ റൺവേയുടെ നിർമ്മാണം പൂർത്തിയായെന്നും ഇതോടെ രാജ്യാന്തര വിമാന സർവീസിന് കണ്ണൂർ വിമാനത്താവളം സജ്ജമായി കഴിഞ്ഞു എന്നുമാണ് ഉമ്മൻചാണ്ടി ഷെയർ ചെയ്തിരിക്കുന്ന ഈ വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ ആ വാർത്തയുടെ സാരാംശം അങ്ങനെയാണ്. UDF സർക്കാരിന്റെ ഏറ്റവും അഭിമാനകരമായ നേട്ടങ്ങളിലൊന്നാണ് കണ്ണൂർ വിമാനത്താവളം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉമ്മൻചാണ്ടി ഫോട്ടോയും വാർത്തയും ഷെയർ ചെയ്യുകയും ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയവും കൗതുകരവും. അതിനപ്പുറം ഇത്തരത്തിൽ ഗൗരവതരമായ ഒരു വിഷയം എന്നുള്ളതും ശ്രദ്ധേയമാണ്. മൺസൂണിന് മുമ്പ് വിമാനത്താവളത്തിന്റെ നിർമ്മാണം പരമാവധി പൂർത്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പണി പുരോഗമിക്കുന്നതെന്നും റൺവേയുടെ രണ്ടറ്റത്തും സുരക്ഷാ മേഖല എന്ന നിലയ്ക്ക് 150 മീറ്റർ നീളത്തിൽ റൺവേക്ക് സമാനമായ രീതിയിൽ ടാറിംഗ് ഉൾപ്പെടെയുള്ള പണി പുരോഗമിക്കുകയാണ് എന്നുമാണ് ഈ ഷെയർ ചെയ്ത പോസ്റ്റിൽ മുഖ്യമന്ത്രി പറയുന്നത്. 4000 മീറ്റർ ആണ് യഥാർത്ഥത്തിൽ റൺവേക്ക് നിശ്ചയിച്ചിരിക്കുന്ന പരിധി. ഇവിടെ 3050 മീറ്റർ റൺവേ നിർമ്മാണം പൂർത്തിയായി. ഇനി അല്പമാത്രമാണ് ഉള്ളത് എന്നുമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതായത് അരുൺ, വിക്കിപീഡിയയിൽ എല്ലാവർക്കും സുപരിചിതമായ സ്കോട്ട്ലൻഡിലെ ഒരു റൺവേയുടെ ഫോട്ടോ ഇട്ടിട്ടാണ് മുഖ്യമന്ത്രി ഇങ്ങനെ കുറിക്കുന്നത്, കേരളത്തിന്റെ മുഖ്യമന്ത്രി. അതെ, അതാണ് ഏറ്റവും കൗതുകരവും അതിനപ്പുറം ഗൗരവതരമായ ഒരു വിഷയം എന്ന് പറയുന്നത്. കാരണം വിക്കിപീഡിയയിൽ സെർച്ച് ചെയ്താൽ ആർക്കും വളരെ എളുപ്പത്തിൽ അനായാസം ഇത് കാണാവുന്നതാണ്. സ്റ്റൊണോവ വിമാനത്താവളത്തിന്റെ ഈ ദൃശ്യങ്ങൾ അത് കൃത്യമായി എടുത്ത് ഉപയോഗിച്ചിരിക്കുകയാണ്. ഒരർത്ഥത്തിൽ തെറ്റിദ്ധരിപ്പിക്കുക എന്ന ഗൗരവതരമായ ഒരു വിഷയം കൂടി ഇതിന്റെ ഒരു മറുഭാഗത്ത് ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും സമൂഹ മാധ്യമങ്ങൾ വളരെ ഗൗരവതരമായി ഇത് ഏറ്റെടുക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ പോസ്റ്റിന് താഴെ നിരവധി കമന്റുകൾ പരിഹസിച്ചുകൊണ്ട് ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതിനെ തുടർന്നാണ് മിനിറ്റുകൾക്കകം ആ പോസ്റ്റ് വലിക്കുകയും ചെയ്യുകയും ചെയ്തത്. എന്തായാലും സ്കോട്ട്ലൻഡിലെ സ്റ്റൊണോവ വിമാനത്താവളത്തിന്റെ ഫോട്ടോയാണ് അദ്ദേഹം ഇത്തരത്തിൽ കണ്ണൂർ വിമാനത്താവളത്തിൻ്റെത് എന്ന തരത്തിൽ നിലവിൽ ഉപയോഗിക്കുകയും ചെയ്തിട്ടുള്ളത്. അതായത് അരുൺ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇതിനകത്ത് തെളിയുന്ന സോഷ്യൽ മീഡിയ വളരെ ഹാസ്യാത്മകമായി ഇതിനെ വിമർശിക്കുമ്പോൾ തന്നെ വളരെ ഗൗരവമായി കാണേണ്ട ചില രാഷ്ട്രീയ പ്രശ്നങ്ങൾ കൂടിയുണ്ട്. ഒന്ന്, തെരഞ്ഞെടുപ്പ് കാലത്തിൽ വ്യാപകമായി തെറ്റിദ്ധരിപ്പിക്കുന്നു, ഉദ്ഘാടനങ്ങളിലൂടെ പൂർത്തിയാകാത്ത പദ്ധതികളുടെ പേരിൽ എന്ന വിമർശനം രാഷ്ട്രീയമായി തന്നെ പ്രതിപക്ഷം ശക്തമായി തെളിവുകളുടെ സഹിതം ആരോപിക്കുന്ന ഒരു ഘട്ടം. അതാണ് അതിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം. രണ്ടാമതായി എടുക്കുമ്പോൾ ഈ കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് തന്നെ എത്താം. അതായത് വ്യാജമായ ഒരു ഫോട്ടോ ഇട്ടിട്ട് അത് കണ്ണൂർ വിമാനത്താവളമാണെന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി പ്രചരിപ്പിക്കുന്നതിലെ ഗൗരവമായ കുറ്റകരമായ വശം അതൊരു പക്ഷേ രാഷ്ട്രീയ കേരളത്തിലേക്ക് ചർച്ചയ്ക്ക് എത്തേണ്ടേ, അല്ലെങ്കിൽ എത്തുന്നുണ്ടോ? തീർച്ചയായും ഒരർത്ഥത്തിൽ ഗൗരവതരമായി സോഷ്യൽ മീഡിയ അതിനെ കൈകാര്യം ചെയ്യുന്നതും ആ അർത്ഥത്തിലാണ് അജിംഷാദ്. കാരണം അതിന് ചുവട്ടിലുള്ള കമന്റ്സിൽ നിന്ന് നമുക്കത് കൃത്യമായി വ്യക്തമാവുന്നുണ്ട്. ഗൗരവതരമായ കമന്റ്സ് ആണ്. കാരണം മുഖ്യമന്ത്രി കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്ന, ആ പദവിയിലിരിക്കുന്ന വ്യക്തി ഒരർത്ഥത്തിൽ വലിയ തരത്തിലുള്ള തെറ്റിദ്ധാരണ പരത്തുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ നിലപാടുകളും ആശയങ്ങളും ഒക്കെ വളരെ ഫലപ്രദമായി പൊതുജന സമൂഹത്തിൽ മധ്യത്തിൽ തുറന്നു വയ്ക്കാൻ വേണ്ടിയാണ് ഫേസ്ബുക്ക് പേജ് യഥാർത്ഥത്തിൽ തുറന്നിട്ടുള്ളത്. അതിലൂടെയാണ് യഥാർത്ഥത്തിൽ ആശയങ്ങൾ പലപ്പോഴും പറയുകയും ചെയ്യുന്നത്. അവിടെയാണ് ഇത്തരത്തിൽ ഗൗരവതരമായ ഒരു ഫോട്ടോ ഷെയർ ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. അതായത് കണ്ണൂർ വിമാനത്താവളം രാജ്യാന്തര സർവീസിന് സജ്ജമായി എന്ന് പറഞ്ഞ myKannur.com എന്ന വെബ്സൈറ്റ് നൽകിയിരിക്കുന്ന വാർത്തയാണ് മുഖ്യമന്ത്രി തന്റെ ഫേസ്ബുക്ക്
പേജിൽ ഷെയർ ചെയ്തിരിക്കുന്നത്. mykannur.com എന്ന വെബ്സൈറ്റ്. അരുൺ ദയവായി നിൽക്കുക. ഇപ്പോൾ CPIM നേതാവ് കൂടിയായ റഹീം നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ റഹീം, മുഖ്യമന്ത്രി ഔദ്യോഗികമായ വെബ്സൈറ്റ് അടക്കം ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ള നിങ്ങളുടെ ആരോപണം കേവലം രാഷ്ട്രീയമായ ആരോപണമായി കണ്ടുവേണമെങ്കിൽ കാണാം. പക്ഷെ ഇവിടെ ഏറ്റവും ഗൗരവമായ ഒരു സംഭവമാണ് ഇപ്പോൾ പുറത്തെത്തുന്നത്. അതായത് മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പേജിൽ കണ്ണൂർ വിമാനത്താവളം എന്ന രീതിയിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് സ്കോട്ട്ലൻഡിലെ ഒരു വിമാനത്താവളം. വിക്കിപീഡിയയിൽ നിന്ന് ആ വിമാനത്താവളത്തിന്റെ ചിത്രം എടുത്തിട്ട് കണ്ണൂർ വിമാനത്താവളമാണെന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി അതിന്റെ അടിക്കുറിപ്പ് എഴുതുകയാണ്. ഇത്ര മീറ്റർ വീതി, ഇത്ര മീറ്റർ നീളം, ഇത്ര സൈഡിൽ ലൈറ്റുകൾ, ഇങ്ങനെ ആ ഫോട്ടോയെ വ്യാജ പ്രചരണം. ഗുരുതരമാണോ ഇത്? ഇതിനെ ചർച്ച ചെയ്യേണ്ടതാണോ? അല്ലെങ്കിൽ ഗുരുതരമായ നിയമ നടപടിയിലേക്ക് നീങ്ങാൻ യോഗ്യമാണോ ഇത്? റഹീം, കേൾക്കാമെന്ന് കരുതുന്നു. പറഞ്ഞോളൂ. ഇത് യഥാർത്ഥ വളരെ പരിഹാസ്യമായ ഒരു കാര്യമായി പോയി കേരളീയ ജനതയോട്. പിന്നെ ഉമ്മൻചാണ്ടിയിൽ നിന്നായത് കൊണ്ട് തന്നെ ഇതിൽ വലിയ അത്ഭുതമില്ലെന്നാണ് എന്റെ പക്ഷം. കാരണം കേരളത്തിന്റെ മുഖ്യമന്ത്രിയിൽ നിന്നാണെങ്കിലും അതിന്റെ കാരണം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് കേട്ടപ്പോ UN പുരസ്കാരം നേടി എന്ന് പറഞ്ഞ് ഇവിടെ പ്രചാരണം നടത്തിയ പണ്ട് അത് പിന്നെ കെ എം മാണിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവിടെ ബ്രിട്ടനിലെ പാർലമെന്റിൽ പ്രസംഗിച്ചു എന്നാണ് പറഞ്ഞത്. അവിടെ പോയി പ്രസംഗിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ അവിടെ ഏതൊരു ആളിൽ അവിടുത്തെ മലയാളി അസോസിയേഷൻ നടത്തിയ ഒരു സ്വീകരണ പരിപാടിയിൽ അദ്ദേഹത്തെ ക്ഷണിച്ചതാണ് അങ്ങനെ പ്രചരിപ്പിച്ചത്. എത്രമാത്രം കണ്ണിൽ പൊടിയിടാനാണ്? ഇത്ര കണ്ട് വിവരസാങ്കേതിക വിദ്യ ഇത്ര കണ്ട് മാറിയ ഒരു കാലഘട്ടത്തിൽ പോലും നിങ്ങൾക്കറിയാമായിരിക്കും ഉമ്മൻചാണ്ടി ഇപ്പോഴും കാണുന്നത് പഴയ മുൾജി എന്ന് പറയുന്ന ഒരാൾ മരിച്ചപ്പോൾ അതിനെ KSUക്കാരനായ മുരളി മരിച്ചതായിട്ട് വരുത്തി തീർത്ത് രാഷ്ട്രീയ ലാഭം കൊയ്ത ഉമ്മൻചാണ്ടിയുടെ പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ള KSU അടവ് ഈ കാലഘട്ടത്തിലും വിജയിക്കുമെന്ന് അദ്ദേഹം തെറ്റിദ്ധരിക്കുകയാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ഉമ്മൻചാണ്ടി കേരള രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്ന കാലഘട്ടത്തിൽ ഇവിടെ കൊല്ലപ്പെട്ട ഒരു മുൾജി എന്ന് പറയുന്ന ഒരു ഉത്തരേന്ത്യക്കാരന്റെ ചിത്രവും അദ്ദേഹത്തിന്റെ മൃതശരീരവും എടുത്തു വെച്ച് KSU നേതാവും പ്രവർത്തകനുമായ ഒരു മുരളി കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് അതിനെ വരുത്തി തീർക്കാൻ ശ്രമിച്ച ഒരു ശ്രമം മലയാളികൾക്ക് ഓർമ്മയുണ്ടാകും. ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ ജീവിതത്തിലുടനീളം ഈ കാപട്യം നമുക്ക് കാണാനാകും. ഈ ഗവൺമെന്റ് വികസന കാര്യത്തിൽ ഒന്നുമേ ചെയ്തില്ല. പൂർണ്ണമായും വികസന കാര്യത്തിൽ പൂർണ്ണമായ പരാജയമാണ് ഈ ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടായതെന്ന് നമുക്ക് വളരെ വ്യക്തമാണ് ഓരോ കാര്യമായിട്ടും. കണ്ണൂർ വിമാനത്താവളത്തിൽ ഒരു വിമാനം പോലും പറന്നുയർന്നില്ല. കണ്ണൂർ വിമാനത്താവളത്തിൽ ഒരാൾ പോലും അതുവഴി ഗൾഫിൽ പോയില്ല. കണ്ണൂർ വിമാനത്താവളം പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കാറായിട്ടില്ല. എന്നിട്ട് അതിന്റെ ഉദ്ഘാടനം നടത്തി. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഓരോ പദ്ധതി എടുത്താൽ സ്മാർട്ട് സിറ്റി നിങ്ങൾ എടുക്ക്. സ്മാർട്ട് സിറ്റി കാര്യത്തിൽ ഒരു പദ്ധതി പോലും അവിടെ പുതുതായി വന്നില്ല. ഒരു സ്ഥാപനം പോലും പുതുതായിട്ട് ആരംഭിച്ചില്ല. അവിടെ ആരംഭിച്ചതിലേറെയും പെട്ടിക്കടകളും മറ്റ് ബ്യൂട്ടി പാർലറും അത്തരത്തിലുള്ള സ്ഥാപനങ്ങളാണ്. അപ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ്? കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണ്. വിവരസാങ്കേതിക വിദ്യ വിസ്ഫോടനകരമായി വളർന്ന ഒരു സാഹചര്യത്തെ ഉമ്മൻചാണ്ടി ഇപ്പോഴും ഓർക്കാതിരിക്കുകയാണ്. ഉമ്മൻചാണ്ടി എന്താണ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. തികച്ചും നുണപ്രചരണങ്ങൾ നടത്തി ഈ കേരളത്തെ ജനങ്ങളെ വിഡ്ഢികളാക്കാൻ വേണ്ടി ഉമ്മൻചാണ്ടി കുറെ കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങളുടെ തുടർച്ചയാണിത്. ഇത് അത്യന്തം അപലപനീയമാണ്. ഇത് കൂടുതൽ ഉമ്മൻചാണ്ടിയുടെ പൊള്ളത്തരങ്ങൾ മലയാളികൾക്ക് കൂടുതൽ വ്യക്തമാവുകയാണ്. ഇതുൾപ്പെടെ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതായത് ശ്രീ റഹീം, അതായത് മെട്രോയിലെ ട്രയൽ റണ്ണ് മുഖ്യമന്ത്രി പോയി ഉദ്ഘാടനം ചെയ്യുന്നു. അങ്ങനെ നിരവധി പദ്ധതികൾ ഉദ്ഘാടനത്തിന് യോഗ്യമാകാഞ്ഞിട്ട് പോലും അതൊക്കെ ഉദ്ഘാടനം ചെയ്യുന്നു. വോട്ട് ലക്ഷ്യം വെച്ചുള്ള മുഖ്യമന്ത്രിയുടെ അനധികൃതമായ പ്രവർത്തനമാണ്. ഇത്തരം ആരോപണങ്ങളൊക്കെ സഹിക്കാം. പക്ഷേ ഇവിടെ ഫേസ്ബുക്ക് പേജിൽ കണ്ണൂർ വിമാനത്താവളത്തിൻ്റെ പേരിൽ മറ്റൊരു വിമാനത്താവളത്തിൻ്റെ വിദേശത്തുള്ള വളരെ ഫേമസ് ആയ വിക്കിപീഡിയയിലുള്ള ഫോട്ടോ എടുത്തിട്ട് സ്കോട്ട്ലൻഡിലെ ഒരു വിമാനത്താവളത്തിൻ്റെ റൺവേ ഇട്ടിട്ട് അത് കണ്ണൂർ വിമാനത്താവളമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് മുഖ്യമന്ത്രി എഴുതിയാൽ അത് വ്യാജ പ്രചരണമാണോ? തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുന്നിൽ അവതരിപ്പിക്കാവുന്നതാണോ? നിയമപരമായി എന്തൊക്കെ വശം അതിലുണ്ട്? രാഷ്ട്രീയമായ കാര്യത്തെ സംബന്ധിച്ച് റഹീം സൂചിപ്പിച്ചു. നിയമപരമായി എന്തൊക്കെ വശം? അതെ അജിം ഷാ, നിയമപരമായ ഇതിന്റെ തലനാരിഴകേറിയുള്ള കാര്യങ്ങൾ എനിക്കറിയില്ല. പക്ഷെ എന്തായാലും ഇത് പറ്റിപ്പാണ്, ഇത് ഫ്രോഡാണ്. ഫ്രോഡ് എന്ന് പറയുന്നത് നിയമപരമായി ക്രൈം തന്നെയാണ്. ശ്രീ റഹീം ദയവായി തുടരുക. ഇപ്പോൾ നമ്മോടൊപ്പം കോൺഗ്രസ് നേതാവ്, മുതിർന്ന കോൺഗ്രസ് നേതാവ് PS സലീം ചേരുകയാണ്. ശ്രീ PS സലീം, മുഖ്യമന്ത്രി തൻ്റെ ഫേസ്ബുക്ക് പേജിൽ കണ്ണൂർ വിമാനത്താവളമാണെന്ന് പറഞ്ഞ് ഒരു സ്കോട്ട്ലൻഡിന്റെ വിമാനത്താവളത്തിന്റെ പടമിട്ട് വ്യാജ പ്രചരണം നടത്തി. ഗുരുതരമാണോ ഇത്? അല്ലെ, കണ്ണൂർ വിമാനത്താവളം വ്യാജമാണോ? എന്തോ? കണ്ണൂർ വിമാനത്താവളം വ്യാജമാണെന്നാണ് ഇപ്പം റഹീം പറഞ്ഞത്. അല്ല,
അല്ല, വാർത്ത അറിഞ്ഞില്ല ശ്രീ പി എസ് എലും. അല്ല വാർത്ത മനസ്സിലായി. മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പേജിൽ വന്ന വിമാനത്താവളത്തിന്റെ പ്രൊഫൈല്. ഞാൻ ചോദിച്ചത് ഇത്തരം കണ്ണൂർ വിമാനത്താവളത്തിന്റെ പരീക്ഷണ പറക്കൽ വരെ നടത്തിയ ഒരു കേരളത്തിന്റെ മുമ്പിൽ ഈ യാഥാർത്ഥ്യമായി നിൽക്കുന്ന ഒന്നാണ്. അല്ല അതിൽ നമ്മൾ ഒരു ഫ്യൂച്ചർ പ്രൊജക്റ്റോ ഒരു ഫ്യൂച്ചർ പ്രൊജക്റ്റോ ഒക്കെ ആണെങ്കിൽ നമുക്ക് താങ്കൾ കേൾക്കാമല്ലോ. അതായത് ഇത്രയേറെ ഡെവലപ്മെന്റ് ആണ് കണ്ണൂർ വിമാനത്താവളത്തിന് ഉണ്ടായതെങ്കിൽ ആ കണ്ണൂർ വിമാനത്താവളത്തിന്റെ ഫോട്ടോ ഇട്ടിട്ട് അതിന്റെ അടിയിൽ അടിക്കുറിപ്പ് എഴുതിയാൽ പോരെ ഫേസ്ബുക്കിൽ മുഖ്യമന്ത്രിക്ക്? എന്തിന് സ്കോട്ട്ലൻഡിലെ ഒരു വിമാനത്താവളത്തിന്റെ പടം ഇട്ടിട്ട് കണ്ണൂർ വിമാനത്താവളം 3050 മീറ്റർ വീതിക്ക് ഇന്ന സൗകര്യങ്ങൾ, ആ ഫോട്ടോയുടെ ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുക്കുന്നു? വ്യാജ പ്രചരണമല്ലേ അത്? ഗുരുതരമല്ലേ അത്? അഡ്വക്കേറ്റ് കൂടിയാണ് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഒരു വ്യാജ പ്രചരണത്തിന്റെ ഒരു ആവശ്യം നമ്മൾ ഒരു സാമാന്യ ബുദ്ധിയിൽ ആലോചിക്കുക. കണ്ണൂർ വിമാനത്താവളത്തിൽ കേരളത്തിലെ ഒരു ഓൺഗോയിങ് പ്രൊജക്റ്റ് ആണ്. വിതിൻ മന്ത് കേരളത്തിൽ കണ്ണൂരിൽ വിമാനം പറന്നിറങ്ങുകയാണ്. അങ്ങനെ ഒരു പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് ഒരു ഫേക്കായ പിക്ചർ കൊടുത്തു എന്ന് നിങ്ങൾ പറയുന്നതിന്റെ ലോജിക്കാണ് ഞാൻ ചോദ്യം ചെയ്യുന്നത്. ലോജിക്കില്ല, അത് പറയുന്നത് സത്യമാണെന്നുള്ളത് തെളിവ് സഹിതമുണ്ട്. ഞങ്ങളുടെ ദൃശ്യങ്ങളിൽ അത് കാണാം. മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റും അവിടെ ഇട്ടിരിക്കുന്ന പടം ഏതാണ്, അതിന്റെ അടിയിൽ അടിക്കുറിപ്പായി കണ്ണൂർ വിമാനത്താവളത്തെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ മുഖ്യമന്ത്രി എഴുതിയിരിക്കുന്നത് എന്താണെന്ന് ഫേസ്ബുക്കിലെ തെളിവാണ്, സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ്. ഇതാ കാണാം, ടി വി കാണാൻ പറ്റുമെന്ന് ശ്രീ പി എസിലും. മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്കിൽ കണ്ണൂർ വിമാനത്താവളത്തെ കുറിച്ച് കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷനിൽ ഒരു മിസ്റ്റേക്കും ഇല്ല. അതിനകത്ത് സ്കോട്ട്ലൻഡ് വിമാനത്താവളത്തിന്റെ പടമിട്ടത് തെറ്റിദ്ധരിപ്പിക്കാനുള്ളതാണോ? തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണോ? നിങ്ങൾ ആ ഡിസ്ക്രിപ്ഷനിലേക്ക് പോകണം. ആ ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ഒരു ഫാക്ച്വൽ മിസ്റ്റേക്കും ഇല്ല. അല്ല ശ്രീ പി എസ് എലും പ്ലീസ് ഇതിലേക്ക് എത്തൂ പ്ലീസ്. അതായത് കണ്ണൂർ വിമാനത്താവളം പ്രവർത്തനത്തിന് സജ്ജമായി. കണ്ണൂർ വിമാനത്താവളത്തിന് 3050 മീറ്റർ ഇന്നർ റൺവേ, സൈഡിലുള്ള വിളക്കുകൾ, മറ്റതിൻ്റെ സാങ്കേതികമായ കാര്യങ്ങളൊക്കെ അടിക്കുറിപ്പായി എഴുതുന്നു. എന്നിട്ട് കണ്ണൂർ വിമാനത്താവളത്തിന് പകരമിട്ടിരിക്കുന്ന പടം സ്കോട്ട്ലൻഡിലെ ഒരു വിമാനത്താവളത്തിൻ്റേത്. അത് ഇട്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ. അത് വ്യാജമാണോ? അല്ല എങ്കിൽ എന്തുകൊണ്ട് കണ്ണൂർ വിമാനത്താവളത്തിന്റെ തന്നെ പടം ഇട്ടുകൂടാ മുഖ്യമന്ത്രിക്ക്? ചോദ്യം ഇതാണ്, അതാണ് അതിലെ ലോജിക്ക്. എന്റെ ചോദ്യം ഇതാണ്, നിങ്ങൾ പറയുന്നതനുസരിച്ച് സ്കോട്ട്ലൻഡിലെ ഒരു വിമാനത്താവളത്തിന്റെ പടം കൊടുത്ത് കേരളീയ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ഒരു സാഹചര്യം, അങ്ങനെ ഒരു സാഹചര്യത്തിന്റെ ഒരു അനിവാര്യത എനിക്ക് മനസ്സിലാവുന്നില്ല. കണ്ണൂർ വിമാനത്താവളം കേരളത്തിന്റെ ഒരു റിയാലിറ്റിയാണ്. ശ്രീ പി എസ് എലും താങ്കൾ വിഷയം തെറ്റിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. അതായത് ശ്രീ പി എസ് എലും അതായത് എന്റെ സംശയം ഇതാണ്. അതായത് മുഖ്യമന്ത്രി സ്കോട്ട്ലൻഡിന്റെ പടം ഇട്ടിട്ട് എന്തിന് കണ്ണൂർ വിമാനത്താവളമാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു. അത് വിവാദമായപ്പോൾ ശ്രീ പി എസ് എലും താങ്കൾ മുഖ്യമന്ത്രിയെ ന്യായീകരിക്കാൻ ശ്രമിക്കേണ്ട. അത് വിവാദമായപ്പോൾ മുഖ്യമന്ത്രി ആ പോസ്റ്റ് പിൻവലിച്ചു. അതാണ് ഇതിലെ ഏറ്റവും വലിയ രഹസ്യം, അതിൽ ഏറ്റവും വലിയ തമാശ. ശ്രീ പി എസ് എലും എന്തായാലും ഒരു സ്കോട്ട്ലൻഡിലെ ഒരു വിമാനത്താവളത്തിന്റെ പടം കൊടുത്തത് ഞങ്ങളാരും കണ്ടിട്ടില്ല. ഞങ്ങൾക്കറിയാവുന്ന ഒരു കാര്യം, അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ തെറ്റാണോ ശരിയാണോ? അങ്ങനെ ഒരു ഫേക്കായ ഒരു പിക്ചർ വരണമെങ്കിൽ അതിനൊരു സാഹചര്യം ഉണ്ടാവണം. ആ ഒരു സാഹചര്യം കേരളത്തിൽ ഞങ്ങൾ ഇങ്ങനെ കണ്ണൂർ വിമാനത്താവളം UDF ഗവൺമെന്റ് അനൗൺസ് ചെയ്തു, ആ പ്രോജക്റ്റ് നടന്നില്ല. അതുകൊണ്ട് ഇങ്ങനെ ആളുകളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി ഒരു ഫേക്കായ പിക്ചർ കൊടുത്തു എന്ന് നിങ്ങൾ പറയുമ്പോൾ അതിന്റെ ഒരു സാഹചര്യത്തിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടതിന്റെ ഒരു അനിവാര്യത എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ശ്രീ പി എസ് മുഖ്യമന്ത്രി, കേരളത്തിന്റെ മുഖ്യമന്ത്രി, ശ്രീ ഉമ്മൻചാണ്ടി എന്നുള്ളതല്ല, വ്യക്തിയല്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്റെ ഔദ്യോഗിക പോസ്റ്റിൽ ജനങ്ങളെ അറിയിക്കുകയാണ് ഈ കണ്ണൂർ വിമാനത്താവളത്തെ സംബന്ധിച്ച്. അങ്ങനെ അറിയിക്കുമ്പോൾ ഇട്ടിരിക്കുന്ന പടം സ്കോട്ട്ലൻഡിലെ വിമാനത്താവളത്തിന്റെ ആണോ? അത് സ്കോട്ട്ലൻഡിലെ മന്ത്രിമാരിടില്ലേ? കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്തിനാണ് അതിടുന്നത്? അതിനുശേഷം അത് പിടിക്കപ്പെടുമ്പോൾ എന്തിനു പിൻവലിക്കുന്നു? ശ്രീ പി എസ് എലും അതിൽ ധാർമ്മികമായും നൈതികമായും ഒന്നും താങ്കൾക്ക് തോന്നുന്നില്ലേ? ശ്രീ പി എസ് എലും എനിക്ക് ഒരു മിനിറ്റ് തരണം. ഞാൻ സൂചിപ്പിക്കുന്ന ഒരു കാര്യം,
കണ്ണൂർ വിമാനത്താവളം അതിന്റെ പദ്ധതി രൂപീകരണം മുതൽ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു വന്നതാണ്. പല സമയങ്ങളിലും ഈ വിമാനത്താവളവുമായി ബന്ധപ്പെട്ട പല പ്രൊഫൈൽസ് വന്നിട്ടുണ്ട്, അതിന്റെ ഡിസൈൻ വന്നിട്ടുണ്ട്, അതിന്റെ ഓരോ ഘട്ടങ്ങളിലും അതിന്റെ പ്രൊഫൈൽസ് എല്ലാം മാറി മാറി വന്നിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പിക്ചർ ഏതാണെന്ന് എനിക്കറിയില്ല. ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോൾ അതിന്റെ അന്തിമ ഘട്ടത്തിൽ ആ വിമാനത്താവളം യാഥാർത്ഥ്യമായതിനു ശേഷം കണ്ണൂർ വിമാനത്താവളത്തിന് പകരം സ്കോട്ട്ലൻഡിലെ ഒരു വിമാനത്താവളത്തിന്റെ പിക്ചർ മുഖ്യമന്ത്രിയുടെ ഒഫീഷ്യൽ ഫേസ്ബുക്കിൽ വന്നു എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ തെറ്റാണോ? അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ തെറ്റാണോ ശ്രീ പി എസ് സലീം? അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ തെറ്റാണോ ശ്രീ പി എസ് സലീം? പ്ലീസ് താങ്കൾ സ്കിപ്പായി പോകുന്നു. പ്ലീസ് ശ്രീ പി എസ് സലീം, അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ തെറ്റാണോ? മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക മീൻസ് ഫേസ്ബുക്കിൽ അത്തരത്തിൽ വ്യാജമായ ഒരു ഫോട്ടോ വന്നിട്ടുണ്ടെങ്കിൽ തെറ്റാണോ ശരിയാണോ? ഞാൻ തിരിച്ചു കണ്ണൂർ വിമാനത്താവളം യാഥാർത്ഥ്യമല്ലേ? ശ്രീ പി എസ് സലീം, അരി എത്ര എന്ന് ചോദിക്കുമ്പോൾ പയറിനെ കുറിച്ച് പോലുമല്ല, ബിസ്ക്കറ്റിനെ കുറിച്ചാണ് താങ്കൾ സംസാരിക്കുന്നത്. അതായത് ശ്രീ പി എസ് സലീം ഒരൊറ്റ സംശയം ശ്രീ പി എസ് സലീം, താങ്കൾ ബോധപൂർവമാണ് ഇത് സൃഷ്ടിക്കുന്നത്. ശ്രീ പി എസ് സലീം, എന്റെ സംശയം ഇതാണ്. ശ്രീ പി എസ് സലീം, അപ്പുറത്തുള്ളത് റഹീമാണ്. ചോദിക്കാം. എന്ത് ചെയ്യും മിസ്റ്റർ സലീം? ചിരിക്കാതെ എന്ത് ചെയ്യും മിസ്റ്റർ സലീം? താങ്കൾ ശ്രീ അജിംഷാദ്, നിങ്ങൾ എത്ര നേരം ചോദിച്ചാലും ഉമ്മൻചാണ്ടിക്കും അദ്ദേഹത്തിന്റെ അനുയായികൾക്കും ഉത്തരങ്ങളില്ല, മറു ചോദ്യങ്ങളേ ഉള്ളൂ. ഒരു ചോദ്യത്തിനും ഉത്തരമില്ല, വിശദീകരണമില്ല, അവർക്ക് മറു ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ. താങ്കൾ എത്ര നേരമായി ചോദിക്കുന്നു, അത് ഓർത്തിട്ട് ഞാൻ ചിരിക്കുകയാണ്. അല്ല റഹീം, ഞാൻ ചോദിക്കുന്നത് കണ്ണൂർ വിമാനത്താവളം സാർ, ഞാൻ അങ്ങോട്ടുള്ള എല്ലാ ബഹുമാനവും നിവർത്തിക്കൊണ്ട് ചോദിക്കട്ടെ. താങ്കൾ ചോദിക്കുന്നത് എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. താങ്കളിൽ നിന്ന് ഉത്തരമാണ് പ്രതീക്ഷിക്കുന്നത്. കാര്യം ഒരു വിശദീകരണമാണ്, അത് കിട്ടുന്നില്ലല്ലോ. താങ്കൾ വേണ്ടി ആ വിശദീകരണം നൽകിയിട്ട് താങ്കൾ ചോദിക്കൂ. അല്ല, ഞാൻ ഉത്തരം കൃത്യമായി പറഞ്ഞു. ഇപ്പോൾ കണ്ണൂർ വിമാനത്താവളവുമായി ബന്ധപ്പെട്ട ഏറ്റവും ലേറ്റസ്റ്റ് പ്രൊഫൈൽ ഞാൻ കണ്ടിട്ടില്ല. ഈ പദ്ധതിയുടെ ഓരോ ഘട്ടങ്ങളിലും അതിന്റെ ആലോചനയുടെ നിമിഷം മുതൽ, പദ്ധതിയുടെ ആരംഭം മുതൽ, രൂപീകരണം മുതൽ, ഡിസൈൻ ചെയ്ത സമയം മുതൽ അതിന്റെ ഓരോ ഘട്ടങ്ങളിലും ഈ വ്യത്യസ്തമായ പ്രൊഫൈൽസ് വന്നിട്ടുണ്ട്. ഇതിന്റെ പക്ഷെ ഏറ്റവും ഒടുവിൽ എന്തിനൊരു പിക്ചർ, അതൊരു റിയാലിറ്റി അല്ലേ? കണ്ണൂരിന്റെ ആകാശത്തിന്റെ മുകളിലൂടെ വിമാനം പറന്നിറങ്ങുകയാണ്. താങ്കൾക്ക് മറുപടി ഉണ്ടോ ശ്രീ റഹീം? ഉണ്ട്. ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. അദ്ദേഹം പറയുന്നത് വളരെ കൃത്യമാണ്. അതിന്റെ നിർമ്മാണ ഘട്ടത്തിൽ സ്കെച്ചിന്റെ പടം കൊടുത്തിരുന്നു, അതിന്റെ പ്ലാനിന്റെ പടം കൊടുത്തിരുന്നു, അതിന്റെ ഓരോ ഘട്ടത്തിലുമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പടം കൊടുത്തു. പൂർത്തിയായതിന്റെ പടം കൊടുത്തില്ല, അത് തന്നെ പ്രശ്നം. പൂർത്തിയായതിന്റെ പടം കൊടുക്കാൻ പൂർത്തിയായത് പറയില്ല, പൂർത്തിയായതിന്റെ പടം കൊടുക്കാതില്ലാത്തത് കൊണ്ട് മറ്റതിന്റെ പടം ഉണ്ടായിരുന്നു, കൊടുത്തു. പൂർത്തിയായതിന്റെ പടമില്ലാത്തതുകൊണ്ട് സ്കോട്ട്ലാൻഡിൽ നിന്ന് കടമെടുത്തു. അത്രേ ഉള്ളൂ അജിംഷാദ്. അതാണ് ഉമ്മൻചാണ്ടി. ശ്രീ പി എസ് സലീം, ആ റഹീം പറഞ്ഞതിന് മറുപടി പറയുന്നതോടൊപ്പം ഞാനൊരു ചോദ്യം, അതായത് ഇത്തരത്തിൽ ഫേസ്ബുക്കിൽ ഇങ്ങനെ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണോ ശരിയാണോ? അല്ല, ഫേസ്ബുക്കിൽ ഒരു ഫേക്ക് ഫോട്ടോ ഇട്ടിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇട്ടിട്ടുണ്ടെങ്കിൽ ശരിയാണോ തെറ്റാണോ മുതൽ ഓരോ പ്രൊഫൈൽ പിക്ചേഴ്സും വന്നിട്ടുണ്ട്. ആ പ്രൊഫൈൽ പിക്ചേഴ്സിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളത് സ്കോട്ട്ലൻഡ് ആണെന്ന് പറഞ്ഞ് നിങ്ങൾ വ്യാജമായി പ്രചരിപ്പിക്കുകയാണ്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നത്, ഞാൻ ഇപ്പം അജിൻഷാദ് ചോദിച്ച പോലെ അരി എത്ര എന്ന് ചോദിക്കുമ്പോൾ പയറഞ്ഞഴി എന്നല്ല ഞാൻ പറയുന്നത്. കണ്ണൂർ വിമാനത്താവളം സമകാലിക കേരളത്തിന്റെ യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഒരു വിമാനത്താവളത്തിന്റെ പ്രൊഫൈൽ പിക്ചറിൽ ഒരു ഫേക്ക് പിക്ചർ കൊടുക്കേണ്ട ഒരു ആവശ്യവും ഉമ്മൻചാണ്ടിക്കോ UDF ഗവൺമെന്റിനോ ഇല്ല. ഇത് ഏതെങ്കിലും ഘട്ടങ്ങളിൽ വന്നിരിക്കുന്ന ഒരു പ്രൊഫൈൽ പിക്ചർ അല്ല. മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉമ്മൻചാണ്ടി OOMEN ഉമ്മൻചാണ്ടി ഈ പേരിലാണ്. പിന്നെ അങ്ങനെയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതൊരു ഫേക്ക് ന്യൂസ് ആണ് എന്ന് ശ്രീ പി എസ് സലീം ആരോപിക്കുകയാണെങ്കിൽ ഈ ഫേക്ക് ന്യൂസ് കൊടുത്ത പീപ്പിൾ ടിവിക്കെതിരെ കേസെടുക്കാൻ താങ്കൾക്ക് പറ്റില്ലേ? അങ്ങനെ ധൈര്യമുണ്ടോ? പിന്നെ തീർച്ചയായും ഇവൻ നിങ്ങൾ പറയുന്നത് എപ്പോഴും കേരളത്തിലെ മാധ്യമങ്ങൾക്കെതിരായി കേസ് കൊടുക്കുന്ന അങ്ങനെ ഒരു സമീപനമൊന്നും ഞങ്ങൾക്കില്ല. നിങ്ങൾ കൊടുത്ത ഫേക്ക് ന്യൂസ് സഹികെട്ട് ഒരു കേസ് മാത്രമേ ഞങ്ങള് പിന്നെ പീപ്പിൾ ടിവിക്കെതിരായി കൊടുത്തിട്ടുള്ളൂ. ഇത്തരം നിങ്ങൾ ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ നിങ്ങൾ ചെയ്യുന്ന ഇത്തരം ഒരു പ്രചരണങ്ങളൊക്കെ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ ആസ്വദിക്കുക. ഞങ്ങൾ അങ്ങനെ ഒരു ഇന്റൻഷൻ ഞങ്ങൾക്കില്ല. വളരെ ചുരുക്കി പറയാം ശ്രീ പി എസ് സലീം, അതായത് ഉമ്മൻചാണ്ടിയുടെ ഫേസ്ബുക്കിൽ
കണ്ണൂർ വിമാനത്താവളം പൂർത്തീകരിച്ചുവെങ്കിൽ എന്തിന് വിക്കിപീഡിയയിലെ സ്കോട്ട്ലൻഡിലെ വിമാനത്താവളത്തിന്റെ പടമെടുത്തിട്ടു? അങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ ശരിയാണോ തെറ്റാണോ ശ്രീ പി എസ്? അല്ല, ഒരു സ്കോട്ട്ലൻഡ് വിമാനത്താവളത്തിന്റെ പടം ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ഫേസ്ബുക്കിൽ ഞങ്ങളാരും കാണുന്നില്ല. പിൻവലിച്ചു ഇപ്പോൾ പിൻവലിച്ചു. ഞങ്ങളാരും കാണുന്നില്ല. അങ്ങനെ ഒരു ഇടേണ്ട സാഹചര്യം ഈ ഗവൺമെന്റ് ഇല്ല. കാരണം കണ്ണൂർ വിമാനത്താവളം അതൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ യാഥാർത്ഥ്യമായ ഒരു പ്രോജക്റ്റിന് വെറുതെ കാരണം അങ്ങനെയാണെങ്കിൽ ശ്രീ പി എസിലും വെബ്സൈറ്റ് അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് മറ്റാരോ ഹൈജാക്ക് ചെയ്യണം, നിങ്ങൾ അറിയാതെയാണ് അവിടെ വന്നിട്ടുണ്ടെങ്കിൽ. അല്ലെങ്കിൽ ഈ വാർത്ത കൊടുത്തത് തെറ്റാണെങ്കിൽ പീപ്പിൾ ടിവിക്കെതിരെ നിങ്ങൾക്ക് കേസെടുക്കാം. ഈ രണ്ട് സാധ്യതകളുണ്ട്. തെറ്റോ ശരിയോ എന്ന് താങ്കൾ പറയാത്ത സാഹചര്യത്തിൽ ഈ രണ്ട് സാധ്യതകളെ സംബന്ധിച്ച് ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. പീപ്പിൾ ടി വി ഈ വാർത്ത ടെസ്റ്റ് ചെയ്ത് ഇപ്പോൾ പ്രേക്ഷകർക്ക് മുമ്പിൽ കൊടുക്കുന്നതാണ്. അതിനെതിരെ നിയമപരമായ നടപടി സ്വീകരിക്കേണ്ട ഒരു ഗൗരവമൊന്നും ഈ വാർത്തയ്ക്കില്ല. കാരണം ഈ വാർത്തയ്ക്ക് ഒരു വിശ്വസനീയതയും പ്രേക്ഷകർ കാണുന്നില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് ഞങ്ങൾക്കുണ്ട്. ഒരൊറ്റ കാര്യം, മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്കിൽ ഇത്തരത്തിൽ ഒരു വിമാനത്താവളത്തിന്റെ പേരിൽ മറ്റൊരു വിമാനത്താവളം ഇട്ടത് ഗൗരവമായി താങ്കൾ കാണുന്നില്ല, അങ്ങനെ പറഞ്ഞോട്ടെ. അല്ല, മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പേജിൽ കണ്ണൂർ ഒരു ഫേക്ക് പ്രൊഫൈൽ വന്നിട്ടില്ല. വന്നിട്ടുണ്ടെങ്കിൽ അല്ല, വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ നിമിഷം ആലോചിക്കാം. ആ നിമിഷം ആലോചിക്കാം. അതിന്റെ ദൃശ്യങ്ങൾ സഹിതമാണ് പീപ്പിൾ ടി വി വാർത്ത കൊടുക്കുന്നത് ശ്രീ പി എസിലും. അല്ല, പീപ്പിൾ ടി വിയിൽ ഒരുപാട് ദൃശ്യങ്ങൾ നേരത്തെ വന്നിട്ട് പിന്നീട് ഞങ്ങൾ അതൊക്കെ ആ ദൃശ്യങ്ങളുടെ വിശ്വസനീയതയും ആധികാരികതയും ഒക്കെ അതൊക്കെ എന്തായി എന്ന് നമുക്ക് ഒന്ന് പറയൂ, വിഷയം മാറണ്ട, എന്നാലും ഒന്ന് പറയൂ. തെരഞ്ഞെടുപ്പിന്റെ ഒരു സോളാറും ബാറും അടക്കം, സോളാറിന് കമ്മീഷനായി അവിടെ മുഖ്യമന്ത്രി വരെ പോയി മണിക്കൂറുകളോളം ഇരുന്നു. ഇതൊക്കെ പീപ്പിൾ ടി വി കൊണ്ടുവന്ന വാർത്തയാണ്. ബാർ കേസുമാട്ടെ, ഒരു മന്ത്രി നിങ്ങളുടെ രാജിവെച്ചു, അതും പീപ്പിൾ ടി വി കൊണ്ടുവന്നതാണ്. ഒരു മന്ത്രി രാജിവെച്ചതിന് ശേഷം പിന്നീട് തിരിച്ചെടുത്തു. ഇതെല്ലാം പീപ്പിൾ ടി വി കൊണ്ടുവന്ന വാർത്തയാണ്. പോട്ടെ, ആ വിഷയം മാറണ്ട. ശ്രീ പി എസിലും ഇതിലേക്കാണ്. അതായത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കണ്ണൂർ വിമാനത്താവളത്തെക്കുറിച്ചുള്ള അടിക്കുറിപ്പോടെ ഇട്ടത് സ്കോട്ട്ലൻഡിലെ വിമാനത്താവളത്തിന്റെ പടമാണ്. അത് അബദ്ധമാണെന്നോ അല്ലെങ്കിൽ പിടിച്ചു എന്നറിഞ്ഞപ്പോഴോ അത് പിൻവലിക്കുകയും ചെയ്തു. ഇതാണ് ദൃശ്യങ്ങൾ സഹിതമുള്ള വാർത്ത പീപ്പിൾ ടി വിക്ക് നൽകാനുള്ളത്. താങ്കൾക്ക് പ്രതികരിക്കാൻ പറ്റുന്നത് പ്രതികരിക്കാം. എന്റെ പ്രതികരണം ഞാൻ രണ്ടു വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. കണ്ണൂർ വിമാനത്താവളം കേരളത്തിന്റെ യാഥാർത്ഥ്യമാണ്. ആ വിമാനത്താവളവുമായി ബന്ധപ്പെട്ട ഒരു ഫേക്ക് പ്രൊഫൈൽ കൊടുക്കേണ്ട ഒരു ആവശ്യം മുഖ്യമന്ത്രിക്കോ UDF ഗവൺമെന്റിനോ ഇല്ല. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്കിൽ സ്കോട്ട്ലൻഡിലെ ഏതോ വിമാനത്താവളത്തിന്റെ പടം കൊടുത്തു എന്ന് പറയുന്ന പീപ്പിൾ ടിവിയുടെ വാർത്തയുടെ ആധികാരികതയെ ആധികാരികത സംശയാസ്പദമാണ്. തീർച്ചയായും ആധികാരികത സംശയാസ്പദമാണെന്ന് പറയുമ്പോൾ ആധികാരികതയിൽ വിശ്വസിക്കുന്നില്ല. ശരി, ശ്രീ പി എസിലും അതായത് അത്തരത്തിൽ മുഖ്യമന്ത്രി പോസ്റ്റ് ചെയ്ത ഫേസ്ബുക്കിന്റെ സ്ക്രീൻഷോട്ടോട് കൂടിയാണ് ഞങ്ങൾ കൊടുക്കുന്നത്. അതുകൊണ്ട് പ്രേക്ഷകർക്ക് മനസ്സിലാവും താങ്കളുടെ പ്രതികരണവും അതിന്റെ ദൃശ്യങ്ങളുടെ ആധികാരികതയും. തീർച്ചയായും അത് ബോധ്യമാകുന്നു. ശ്രീ പി എസിലും താങ്കൾക്ക് തുടരാം. ശ്രീ A. റഹീം, താങ്കളിലേക്ക്. ശ്രീ അജിംഷാദ്, യഥാർത്ഥത്തിൽ ഇത് ഈ വികസനം എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞല്ലോ, വാചാലമാണെന്നുള്ളത്. കേരളത്തിന്റെ വികസന സ്വപ്നങ്ങളുടെ വലിയ പ്രാധാന്യമുള്ള ഒന്നാണ് കണ്ണൂർ വിമാനത്താവളം. യാതൊരു സംശയം വേണ്ട. അദ്ദേഹം ഒരു കാര്യം കൂടി പറയട്ടെ, കണ്ണൂർ വിമാനത്താവളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രോജക്റ്റാണ്, ഞങ്ങളുടെ കാലത്ത് ആരംഭിച്ചതാണ്. അത് ഒരു ഗവൺമെന്റിന്റെ തുടർച്ചയിൽ UDF ഗവൺമെന്റിന്റെ കാലത്ത് പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചെങ്കിൽ അതിനെ ഞങ്ങൾക്ക് സ്വാഗതം ചെയ്യാവുന്നതാണ്. ഇപ്പൊ ഞാൻ പറയട്ടെ, താങ്കൾ പറഞ്ഞപ്പോൾ ഞാൻ കേട്ടല്ലോ സാർ, ഒന്ന് ക്ഷമിക്കണം. ഞാൻ പറയട്ടെ, നിങ്ങളുടെ കാലത്ത് ഉദ്ഘാടനം ചെയ്താലും ആരുടെ കാലത്ത് ഉദ്ഘാടനം ചെയ്യുന്നു എന്നുള്ളതല്ല ഇവിടെ പ്രശ്നം. ഇവിടെ രാഷ്ട്രീയ ധാർമ്മികതയുടെ പ്രശ്നമാണ്. നിങ്ങൾ വിഴിഞ്ഞം പ്രോജക്റ്റിനെ സംബന്ധിച്ച് എപ്പോഴാണ് അവർ പൊടുത്തട്ടിയെടുക്കുന്നത്? അരുവിക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുൻപാണ്. മറ്റൊന്നും കോഴയിൽ മുങ്ങി നിൽക്കുമ്പോൾ മറ്റൊന്നും പറയാനില്ല, അതെടുക്കുകയാണ്. ഇത് കണ്ണൂർ വിമാനത്താവളം വരുന്നത് ഇപ്പോൾ റൺവേ പൂർത്തിയായിട്ടില്ല. ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സെൽഫി ക്യാമ്പയിനിന്റെ ഭാഗമായി ഒരു ചെറുപ്പക്കാരൻ ഈ കണ്ണൂർ വിമാനത്താവളത്തിലെ പണി അവിടെ അതിനകത്ത് റൺവേക്കകത്ത് കയറി പണി പൂർത്തിയാകാത്ത റൺവേയുടെ പശ്ചാത്തലത്തിൽ നിന്ന് സെൽഫി എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് ഞാൻ കാണുകയുണ്ടായി. അത് ഒരുപാട് ലൈക്ക് പോയ, ഒരുപാട് ഷെയർ ചെയ്യപ്പെട്ട ഒരു വീഡിയോയാണത്. ആ ചെറുപ്പക്കാരൻ അതിനകത്ത് കയറി നിന്നിട്ട് എടുക്കുകയാണ്. അതാണ് യഥാർത്ഥ പിക്ചർ. എനിക്ക് തോന്നുന്നു പീപ്പിൾ ടിവിക്ക് ആ ദൃശ്യങ്ങൾ കൂടി ഇതിനകത്ത് ഉപയോഗിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. യഥാർത്ഥ പിക്ചർ ആ സെൽഫി വീഡിയോയുടെ പശ്ചാത്തലത്തിലുണ്ട്.
അവിടെ അത് ഒരിക്കലും ജനങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ പറ്റില്ല. അപ്പൊ എന്തിനാണ് വികസനം നാടിന് ആവശ്യമുള്ള കാര്യമല്ലേ? അതിൽ രാഷ്ട്രീയം എന്തിനാണ്? അത് പൊതുവിൽ നമുക്ക് എല്ലാവരും സ്വീകരിക്കേണ്ടതാണെങ്കിൽ സ്വീകരിക്കേണ്ടത് തന്നെയല്ലേ? അതിന് പകരം നിങ്ങൾ ചെയ്യുന്ന കാര്യം, ഇതുപോലെ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് പറിച്ചു തീർക്കുന്നത് ജനങ്ങളെ വിട്ടികളാക്കാമെന്ന നിങ്ങളുടെ വ്യാമോഹമാണ്. അതിൽ രാഷ്ട്രീയ ധാർമ്മികതയുണ്ടോ? ഒരിക്കലും രാഷ്ട്രീയ ധാർമ്മികതയല്ലല്ലോ. സത്യസന്ധമായി നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ അത് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ സമീപിച്ചുകൂടെ? നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ എന്തിനാണ് ചെയ്തു എന്ന് പറഞ്ഞ് അതിന് സ്കോട്ട്ലാൻഡിലെ വിമാനത്താവളത്തിന്റെ പണം കടമെടുത്തിരുന്നത് അതൊരു മോശമല്ലേ? അതൊരു രാഷ്ട്രീയ ധാർമ്മികതയായി UDF അഭിമാനിക്കാമെങ്കിൽ LDF അങ്ങനെ കാണുന്നില്ല. കേരളത്തിലെ പൊതുസമൂഹവും അതിനെ ഒരു രാഷ്ട്രീയ ധാർമ്മികതയായും അത് ശരിയായ രീതിയാണെന്നും ഇനിയുള്ള കാലമത്രയും ഇനി വരുന്ന ഗവൺമെന്റുകളൊക്കെയും ഈ രീതി അവലംബിക്കണമെന്നും ആരും പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. ശ്രീ PS സലീം, അല്ലെ, ഞാൻ റഹീം പറഞ്ഞ കാര്യം മുഴുവൻ കേട്ടതാണ്. കണ്ണൂർ വിമാനത്താവളം ഇപ്പൊ റഹീം 2 വാദം ഉയർത്തുന്നുണ്ട്. അത് LDF ഗവൺമെന്റ് കാലത്ത് ആരംഭിച്ചതാണ്. ഞാൻ അതിലേക്കൊന്ന് പോകുന്നത് കാരണം നമുക്കറിയാമല്ലോ, ഈ ഗവൺമെന്റ് കാലത്ത് 1 എന്ന് ആരംഭിച്ച ഒരു പ്രൊജക്റ്റാണ് കണ്ണൂർ വിമാനത്താവളം. അത് കൃത്യമായി പൂർത്തീകരണത്തിന്റെ ഓൾമോസ്റ്റ് കംപ്ലീറ്റഡ് ആണ്. നിങ്ങളിപ്പോ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് കണ്ണൂർ വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ UDF ലഭിച്ച ഒരു വലിയ സ്വീകാര്യത, ആ സ്വീകാര്യത ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്നയുടെ അനുമതി ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഞാൻ ചോദിക്കട്ടെ, താങ്കൾ പറയുന്നു ഓൾമോസ്റ്റ് മാത്രം പൂർത്തിയായി കഴിഞ്ഞ കാര്യം എന്തിനാണ് സാർ ഉദ്ഘാടനം ചെയ്തത്? അല്ല ഓൾമോസ്റ്റ് എന്ന് പറയുന്നത് ഇനി അവിടെ വേണ്ടത് എന്താണ്? ഇനി അവിടെ ഇന്റർനാഷണൽ എയർക്രാഫ്റ്റുകൾ വന്ന് ലാൻഡ് ചെയ്യുക എന്നുള്ള ഒരു പ്രൊസീജിയറൽ ഇത് മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. അത് കൃത്യമായി ഉദ്ഘാടനം ചെയ്യുമ്പോൾ അവിടെ ലക്ഷക്കണക്കിന് ജനങ്ങൾ കണ്ടതാണ് മട്ടന്നൂരിൽ. ഫ്ലൈറ്റ് പോകട്ടെ. ഇല്ലാത്ത ഒരു തർക്കമാണ് ഇപ്പോൾ ഒരു പ്രൊഫൈൽ പിക്ചറിന്റെ പേരിൽ ഇപ്പോൾ ശ്രീ പി എസ് എലും ഒരൊറ്റ സംശയം, അതായത് ഫ്ലൈറ്റ് പോലും വരാൻ യോഗ്യമാണെങ്കിൽ ഒരു പടം പോലും കൊടുക്കാൻ നിങ്ങൾക്കാകുന്നില്ല. അതിന്റെ എനിക്ക് അജിംഷാദ് ഇത്ര പെയിൻ എടുക്കരുത്. നിങ്ങൾ വളരെ ഇല്ലാത്ത ഒരു സംഭവത്തിൽ ശ്രീ പി എസ് എലും അത്തരത്തിൽ സ്കോട്ട്ലൻഡില് ഞാൻ അജിംഷാദിന്റെ ഇന്റലിജൻസിനെ ഞാൻ അതിന്റെ മുമ്പ് ഞാൻ തിരസ്സ് നമിക്കുന്നു. പക്ഷെ ഇതിന്റെ ഒരു ധാർമ്മികതയില്ലേ? ഒരു യാഥാർത്ഥ്യമായ ഒരു പ്രോജക്റ്റ്, ആ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് ശൂന്യതയിൽ നിന്ന് പത്മം സൃഷ്ടിക്കുന്ന ഒരു വലിയ ഇത്രയും ഒരു അതീവ സാഹസികമായ ഒരു ശ്രമം നടത്തരുത്. നോക്കൂ ശ്രീ പി എസ് എലും താങ്കൾക്ക് കാണാം, ദൃശ്യങ്ങൾ സഹിതമാണ് കാണിക്കുന്നത്. ഇത് കാണുന്ന ജനങ്ങൾ, കേൾക്കുന്ന ജനങ്ങൾ ശ്രീ പി എസ് എലും അവരോട് കൂടി ഉത്തരവാദിത്തം നടത്തണം. അതായത് ഉമ്മൻചാണ്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കണ്ണൂർ വിമാനത്താവളം എന്ന രീതിയിൽ ഇട്ടിരിക്കുന്ന പടം സ്കോട്ട്ലൻഡിന്റെ വിമാനത്താവളത്തിലെ പടമാണ്. സ്കോട്ട്ലൻഡിലെ ഏത് വിമാനത്താവളത്തിൻ്റെതെന്ന് വരെ വ്യക്തമാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ശ്രീ പി എസ് എലും തമാശയാണ്. അതായത് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇതേ ഫേസ്ബുക്ക് സെർച്ച് ചെയ്തപ്പോൾ കണ്ട വാക്കെന്താണെന്ന് അറിയാമോ? സോറി, ദിസ് കണ്ടന്റ് ഈസ് ഇൻ അവൈലബിൾ റൈറ്റ് നൗ എന്ന്. ശ്രീ പി എസ് എലും ഇത്ര വലിയ കണ്ടുപിടുത്തത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഇത് ഓരോ പ്രൊജക്ടുകളുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രൊഫൈൽ ഫിക്സേഷൻ ഓരോ ഘട്ടങ്ങളിലും മാറിയും മറിഞ്ഞൊക്കെ വരാറുണ്ട്. സ്കോട്ട്ലൻഡിലെ മാറി മറിഞ്ഞു വരുമോ? കണ്ണൂർ എന്തായാലും സ്കോട്ട്ലൻഡ് ആകുമോ? ഞാൻ ചോദിക്കില്ല, ഒരു പദ്ധതിയുടെ ആരംഭഘട്ടത്തിൽ കൊടുക്കുന്ന അതിന്റെ കംപ്ലീറ്റഡ് വേർഷൻ കൊടുക്കാറുണ്ട്. അതല്ലെങ്കിൽ അത് കൃത്യമായി ഡിസൈൻ ചെയ്ത വേർഷൻ കൊടുക്കാറുണ്ട്. ഇതൊക്കെ ഒരു നമ്മൾ ഇതിന്റെ ഇത്തരം വിഷയങ്ങളുടെ ഒരു ധാർമ്മികതയിലേക്ക് ഒന്ന് തിരിച്ചു പോകണം. നേരത്തെ ധാർമ്മികതയെ കുറിച്ച് ഇവിടെ റഹീം പറഞ്ഞല്ലോ. ഒരു പൂർത്തിയായ ഒരു പ്രോജക്റ്റ്, ആ പ്രോജക്റ്റിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിലുള്ള ഒരു പിക്ചർ, അതിന്റെ ഒരു പ്രൊഫൈൽ പിക്ചറായി കൊടുത്തൊരു പിക്ചർ അത് വന്നു എന്ന് പറഞ്ഞ് അത് ഫേക്കാണ്. ഇപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന ഈ ദൃശ്യങ്ങളും ഈ വാർത്തയും കാണുന്ന ഒരാൾക്ക് തോന്നുന്നത് കേരളത്തിൽ കണ്ണൂർ വിമാനത്താവളം എന്നൊരു പ്രൊജക്റ്റേ ഇല്ല, ഇത് ഉമ്മൻചാണ്ടിയുടെ ഒരു അവകാശം മാത്രമാണെന്നുള്ള രീതിയിലേക്കാണ് വരുന്നത്. ശ്രീ എ സലീം അങ്ങനെയാണോ? ശ്രീ എ റഹീം അങ്ങനെയാണോ? പി എസ് സലീം ഉന്നയിച്ച അല്ല, ഇദ്ദേഹം പറയുന്നത് ഇപ്പൊ ഒരാളുടെ ബെന്നി ബെഹനാന്റെ ശബ്ദം വന്നു. അപ്പൊ അന്ന് പറഞ്ഞു ശബ്ദത്തിന്റെ ആധികാരികത പരിശോധിക്കണം. അതൊക്കെ പറയാം, അത് സ്വാഭാവികമായും ലാബിൽ അയച്ച് പരിശോധിക്കേണ്ട കാര്യമാണ്. ശ്രീ പി എസ് സലീം ടെക്നോളജിയെ മാനിക്കണം. ഇവിടെ നിങ്ങൾ നോക്കൂ,
ഈ പറഞ്ഞ ഉമ്മൻചാണ്ടി ഫേസ്ബുക്ക് പോസ്റ്റ് എന്തായിരുന്നു എന്ന സ്ക്രീൻഷോട്ട് എടുത്ത് മുമ്പിൽ വെച്ചിട്ട് ഏതൊരാൾക്കും ഗൂഗിളിൽ കയറി സ്കോട്ട്ലാൻഡിലെ ഇത് പരിശോധിക്കാവുന്നതാണ്. ശ്രീ പി എസ് സലീം ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ഫോണിലോ അദ്ദേഹത്തിന്റെ സിസ്റ്റത്തിലോ ഇത് പരിശോധിക്കാം, താരതമ്യം ചെയ്യാം. അപ്പൊ അങ്ങനെ താരതമ്യം ചെയ്യാൻ ഏതൊരു പൗരനും കഴിയുന്ന ഏതൊരു പൗരനൊക്കെ അല്ല, അത് പീപ്പിൾ ടിവിയുടെ വാർത്ത പീപ്പിൾ ടിവിയുടെ ഇൻഡിക്കേഷൻ ആയിട്ട് എടുത്താൽ മതി. മറ്റുള്ള സ്വന്തം നിലയ്ക്ക് തന്നെ ഏതൊരാൾക്കും താരതമ്യം ചെയ്ത് അതിന്റെ ശരിയും തെറ്റും കണ്ടെത്താം. അങ്ങനെ പറ്റുന്നൊരു കാര്യത്തിൽ നിങ്ങൾ ടി എസ് സലീമിനെ പോലൊരാൾ ഇപ്പോഴും വീണ്ടും അതിന്റെ ആധികാരികതയിൽ ചുറ്റിപ്പറ്റി സംസാരിക്കുന്നത് എന്ത് ടെക്നോളജിയുള്ള മാനമാണ്? ശ്രീ ഉമ്മൻചാണ്ടിക്ക് ബോധ്യമായി, അദ്ദേഹം അത് പിൻവലിച്ചു. ശ്രീ പി എസ് സലീം ഒരു അവകാശവാദം ഉന്നയിക്കേണ്ട സാഹചര്യം ഇല്ലാത്ത ഒരു പ്രശ്നം ഇവിടെയുണ്ട്. ശ്രീ പി എസ് സലീം ദയവായി നിൽക്കുക, തുടരുക. കാരണം ഇപ്പോൾ നമ്മോടൊപ്പം എം വി ജയരാജനുണ്ട്. ശ്രീ എം വി ജയരാജൻ, താങ്കളുടെ നാട്ടിലാണ് കണ്ണൂർ വിമാനത്താവളം എല്ലാം ശരിയായി സജ്ജമായെന്നാണ് പി എസ് സലീം ഇപ്പോഴും പറയുന്നത്. പക്ഷേ ഞങ്ങൾ ഫേസ്ബുക്കിൽ നോക്കിയപ്പോൾ ഉമ്മൻചാണ്ടി ഇട്ടിരിക്കുന്ന പടം സ്കോട്ട്ലൻഡിലെ ഒരു വിമാനത്താവളത്തിൻ്റെതാണ്. അല്പം കഴിഞ്ഞപ്പോൾ അത് പിൻവലിക്കുകയും ചെയ്തു ഉമ്മൻചാണ്ടി. UDF എന്ന് പറഞ്ഞാൽ കള്ളം പറയുന്നതിൽ ഗിന്നസ് ബുക്കിൽ പേര് കിട്ടേണ്ട ഒരു മുന്നണിയാണ്. നിങ്ങൾ മട്ടന്നൂരിലുള്ള കണ്ണൂർ വിമാനത്താവളത്തിന്റെ അനുഭവമാണ് ഇവിടെ പറഞ്ഞതെങ്കിൽ അഴീക്കോട് മണ്ഡലത്തിൽ ഞാനിപ്പോ ഒരു സ്ഥലത്തുണ്ട്, പാപ്പിനിശ്ശേരി. പാപ്പിനിശ്ശേരിയിൽ ഒരു ബസ് ഷെൽട്ടർ, അത് വിഷ്വലൈസ് ചെയ്ത് കാണിച്ചു കൊടുത്താൽ മനസ്സിലാവും. അഴീക്കോട് MLA ഷാജി ആ ബസ് ഷെൽട്ടർ ഹൈടെക് ബസ് ഷെൽട്ടർ, വൈഫൈ കണക്ഷനുള്ള ഷെൽട്ടർ എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ആ ഷെൽട്ടർ ഒരു വൈഫൈയും ഇല്ല. അപ്പൊ കള്ളം പ്രചരിപ്പിക്കുകയാണ്. ഒരു വികസനവും നടന്നിട്ടില്ല. മട്ടന്നൂരിലുള്ള വിമാനത്താവളത്തിന്റെ സ്ഥലത്ത് നിങ്ങൾക്ക് പോയാൽ കാണാൻ കഴിയും, അവിടെ ഇപ്പോഴും പണി നടക്കുകയാണ്. എന്നാൽ സ്കോട്ട്ലാൻഡ് വിമാനത്താവളത്തിന്റെ ചിത്രം എടുത്തിട്ട് ഇത് കണ്ണൂർ വിമാനത്താവളമാണ്, എല്ലാം പണി പൂർത്തിയായിരിക്കുന്നു എന്ന് കൊടുക്കണമെങ്കിൽ കണ്ടാമൃഗത്തേക്കാൾ വലിയ ചർമ്മബലം വേണം. അപ്പൊ കള്ളം പറഞ്ഞാൽ മാത്രമേ ജനങ്ങളുടെ ഇടയിൽ തങ്ങളുടെ വികസന കാര്യങ്ങൾ അവർക്ക് അവതരിപ്പിക്കാൻ കഴിയും. ഇടതുപക്ഷം കള്ളം പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കാനില്ല. അതാണ് ശ്രീ പി എസ് സലീം, ഇതാണ് ശ്രീ എം വി ജയരാജൻ ആരോപിച്ചത്. അവിടെ നേരിട്ട് പോയി കണ്ടതാണ്, പക്ഷെ അതൊന്നും അവിടെ ഇല്ല, അതുകൊണ്ടാണ് സ്കോട്ട്ലൻഡിലെ പടം ഇടേണ്ടി വന്നതെന്ന്. പണി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നെങ്കിലും സംഭവിച്ചത് പ്രേക്ഷകർക്ക് കുറെ കൂടി വ്യക്തത വരുത്തി എന്ന് ഞാൻ കരുതുകയാണ്. ശരി ശ്രീ പി എസ് സലീം, നന്ദി. ശ്രീ എം വി ജയരാജൻ, ശ്രീ എ റഹീം, സ്കോട്ട്ലൻഡിലെ ഒരു വിമാനത്താവളത്തിന്റെ പടമിട്ട് കണ്ണൂർ വിമാനത്താവളത്തെക്കുറിച്ച് മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വിവാദമായപ്പോൾ അത് പിൻവലിച്ചു. ഇതാണ് ഇതിന്റെ വിവരങ്ങൾ കൂടിയാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും അരുൺ നൽകിയത്. പ്രതികരണങ്ങൾ നൽകിയവർക്കും നന്ദി.